നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കർക്കിടക വറുതിയിൽ നിന്നും ചിങ്ങമാസത്തിലെ കാർഷിക സമൃദ്ധിയിലേക്ക് ചുവടുവെച്ച് കീഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ലംനിറ. ക്ഷേത്ര പൂജാരിയുടെ നേതൃത്വത്തിൽ ഇളനീർ വെള്ളം തളിച്ച് ശുദ്ധി വരുത്തിയ കതിർക്കുലകൾ വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ച് വിവിധ പൂജാവിധികളോടുകൂടി ഉപദേവതമാർക്കും ദേവന്മാർക്കും കറ്റ സമർപ്പണവും നടത്തി. ഞാറ്റുവേല കഴിഞ്ഞ് നെൽച്ചെടികൾ കതിരിടുമ്പോഴാണ് കാർഷിക സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പായി ഇല്ലനിറ ആഘോഷം നടക്കുന്നത്. ക്ഷേത്ര പൂജാരിയുടെ നേതൃത്വത്തിൽ ഇളനീർ വെള്ളം തളിച്ച് ശുദ്ധി വരുത്തിയ കതിർക്കുലകൾ വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ച് വിവിധ പൂജാവിധികളോടുകൂടി ഉപദേവതമാർക്കും ദേവന്മാർക്കും കറ്റ സമർപ്പണവും നടത്തി. ബാക്കി വരുന്ന കതിർക്കുലകൾ ഭക്തജനങ്ങൾക്ക് നൽകി. വൈകുന്നേരം സന്ധ്യാദീപത്തോടുകൂടി ഭഗവതി സേവ പൂജ നടക്കും. ഈ ഉത്സവത്തിലൂടെ ദേശവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്ന് ക്ഷേത്രം സെക്രട്ടറി ഹരികുമാർ പറഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ എത്ര നൂറ്റാണ്ടായുള്ള ഒരു ആഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ ഒരു ഇല്ലനിറ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്ക് അഭിവൃദ്ധിയിലേക്ക് കടക്കുന്ന ഈ സമയം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു നാട്ടുകാരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഇത് നടത്തൽ. ഈ ഇല്ലനിറം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയുള്ള കാലങ്ങളിൽ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഈ നാട്ടിനും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകട്ടെ. 2006 സ്വർണ്ണപ്രശ്ന ചെയ്ത പ്രകാരമാണ് ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെന്നും അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യമുണ്ടെന്നും 2024 ജൂൺ 9 ഇവിടെ പ്രതിഷ്ഠ നടന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഇല്ലംനിറ നടന്നു. നെല്ലിൻ്റെയും നെൽകൃഷിയുടെയും വിശുദ്ധിക്കും സത്യസന്ധതയ്ക്കും പ്രാമാണികതയ്ക്കും ഉദാത്ത സാക്ഷ്യമാണ് നിറപുത്തരി ആഘോഷം. പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇല്ലംനിറ. വളരെ വിപുലമായി ഇന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞു. കേവലമായൊരു ധാന്യവിള എന്നതിലുപരി നെല്ലും നെൽപ്പാടങ്ങളും നെൽകൃഷിയും മറ്റും ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ മുദ്രകളായിരുന്നു. കാർഷിക സമ്പൽ സമൃദ്ധിയിലേക്കുള്ള സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഓർമ്മ പുതുക്കി നിറപുത്തരി ആഘോഷങ്ങൾ എല്ലാ വർഷവും നടക്കുന്നു. എത്രയോ വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന സമയമാണ് ഇത്. പോരാണ്ട് 16 വർഷമായി ഭഗവാൻ ഇങ്ങനെ മുലക്കിരുന്ന പോലെയായി. ഇപ്പം പ്രതിഷ്ഠ നടത്തി എല്ലാവർക്കും ഈ നാട്ടിന് സന്തോഷം പകർന്നു നിന്ന് ഭഗവാൻ നല്ല അതിസന്തോഷവാനായിട്ട് എന്നും നിൽക്കുന്നുണ്ട് നമ്മൾ വരുമ്പോൾ കാണുന്ന കണ്ണിൽ. അതുകൊണ്ട് ഇനിയും നമുക്ക് മേലാണ്ട് നല്ല ഗുണങ്ങളെ വന്ന് ചേരാവുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ശബരിമലയിലും ഗുരുവായൂരിലും ആറ്റുകാലിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അമ്പലപ്പുഴയിലുമടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നിറപുത്തരി ആഘോഷം അനുഷ്ഠാനപൂർവ്വം നടക്കുന്നുണ്ട്. കരഭൂമിയേക്കാളേറെ നെൽവയലുകളുണ്ടായിരുന്ന കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ കണി കണ്ടുണർന്നിരുന്ന നെൽകൃഷിയുടെ താളവും തഞ്ചവും കൊയ്ത്തും മെതിയും പുന്നെല്ലിൻ്റെ മണവുമെല്ലാം ജീവശ്വാസമായി കരുതിയിരുന്ന ഒരു നാടിന് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ആഘോഷങ്ങൾ. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.